രുദ്രാംഗന നോവൽ തുടർച്ച അധ്യായം 10. വിഷ്ണുവിന് ഇപ്പോൾ എല്ലാം മനസ്സിലായിട്ടുണ്ട്. ഇനി വേണ്ടതെന്താണെന്ന് യഥാസമയം മനസ്സിൽ വരും. കുറച്ച് സമയം കൂടി വിഷ്ണുവിനൊപ്പം ചെലവഴിച്ചിട്ടാണ് രുദ്രൻ മടങ്ങിയത്. ഇനിയും യാതൊരു തരത്തിലുള്ള ചാഞ്ചല്യവുമില്ലാതെ മുന്നോട്ട് പോകാനുള്ള ധൈര്യം ഉള്ളിൽ ഉളവായതായി അറിഞ്ഞു. പെട്ടെന്നുണ്ടായ മാറ്റം മനസ്സിനെന്ന പോലെ തന്നെ ശാരീരികമായും വ്യതിയാനങ്ങൾ ഭവിക്കുന്നതായി വിഷ്ണുവിനറിഞ്ഞു. രുദ്രയുടെ സാമീപ്യം എന്നും ഉണർവ് സൃഷ്ടിച്ചിരുന്നു. എന്ത് കൃത്യതയോടെയും പക്വതയോടെയുമാണ് പ്രവർത്തിക്കാൻ ഉത്തേജകമാവുന്ന രുദ്ര. വിഷ്ണു സഞ്ചരിച്ചിരുന്ന വാഹനം ശിവപുരം ഗ്രാമത്തിലേക്കുള്ള വഴിയരികിൽ എത്തി. അയാൾ അതിൽ നിന്നും ഇറങ്ങി അടുത്ത് കണ്ട ഒരു കടയിൽ ഉദയന്നൂർ കോവിലകത്തേക്കുള്ള വഴി അന്വേഷിച്ചു. സാർ എവിടുന്നാ? എറണാകുളത്തു നിന്നാണോ? പെട്ടെന്നുള്ള കടക്കാരൻ്റെ ചോദ്യത്തിൽ തൊല്ലമ്പരന്നെങ്കിലും സമചിത്തതയോടെ അന്വേഷിച്ചു. അതെന്താ അങ്ങനെ ചോദിച്ചത്? അല്ലേ, ഇന്നലെ ഒരു സ്വാമി വന്നിരുന്നു. എറണാകുളത്തു നിന്നാണെന്ന് പറഞ്ഞത്. അദ്ദേഹവും ഉദയന്നൂർ കോവിലകത്തേക്കാണ് പോയത്. അതൊരു പുതിയ അറിവായിരുന്നു വിഷ്ണുവിന്. തന്നിൽ നിക്ഷിപ്തമായ ദൗത്യം മറ്റൊരാൾക്ക് അറിയാമായിരിക്കുമോ? എന്നിട്ട് അദ്ദേഹം എന്തു പറഞ്ഞു? മറ്റൊന്നും പറഞ്ഞില്ല. അദ്ദേഹം കോവിലകത്തേക്ക് പോയി എന്നാണ് തോന്നുന്നത്. പിന്നെ കണ്ടില്ല. കവലയിൽ നിന്നും ഒരു വാടക വണ്ടി വിളിച്ച് വിഷ്ണു കോവിലകത്തേക്ക് പുറപ്പെട്ടു. കടക്കാരൻ പറഞ്ഞു തന്ന വഴി നോക്കി മുന്നോട്ട് ആ വാഹനത്തിൽ വിഷ്ണു യാത്രയായി. ഒരു മൈലിലേറെ സഞ്ചരിച്ചാണ് വിഷ്ണു കോവിലകത്തെത്തിയത്. പൂമുഖത്ത് തന്നെ മിത്രൻ നമ്പൂതിരി ആരെയോ പ്രതീക്ഷിച്ചിരിക്കുന്ന പോലെ നിന്നിരുന്നു. വാഹനത്തിൽ നിന്നും ഇറങ്ങി ഇറയത്തേക്ക് കയറിയ വിഷ്ണുവിനെ സംശയത്തിൽ കുതിർന്ന പുഞ്ചിരിയോടെയാണ് നമ്പൂതിരി സ്വീകരിച്ചത്. ഉമ്മറത്തെ കസേരയിൽ വിഷ്ണുവിനോട് ഇരിക്കാൻ പറഞ്ഞിട്ട് നമ്പൂതിരി കയ്യാലയിൽ അയാൾക്ക് അഭിമുഖമായി ഇരുന്നു. മിത്രൻ നമ്പൂതിരിയുടെ ആകാംക്ഷയ്ക്ക് ഭംഗം വരുത്തി വിഷ്ണു പറഞ്ഞു, ഞാൻ വിഷ്ണുദത്തൻ നമ്പൂതിരി. എറണാകുളത്തു നിന്നും വരുന്നു. ശ്രീകണ്ഠേശ്വരം ശിവക്ഷേത്രത്തിലെ പൂജാരി തനിക്കുണ്ടായ ഒരു ദർശനത്തെപ്പറ്റി എന്നോട് പറഞ്ഞു. അതനുസരിച്ചാണ് ഞാൻ തിരുമേനിയെ കാണാൻ വന്നത്. രുദ്ര അറിയിച്ചിരുന്നത് പോലെ തന്നെ തൻ്റെ ഈ വാക്കുകൾ മതിയായിരുന്നു മിത്രൻ നമ്പൂതിരിയുടെ സംശയം മാറ്റാൻ. ക്ഷമിക്കണം, ആദ്യം ഒന്ന് സംശയിച്ചുട്ടോ. മിത്രൻ നമ്പൂതിരി തുടർന്നു. ഒരു ഇളമുറക്കാരനായ നമ്പൂതിരിക്കുട്ടി വരും. പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ സംസാരിക്കുമെന്ന് ഇവിടുത്തെ ക്ഷേത്രത്തിലെ പൂജാരിയും നമ്മെ അറിയിച്ചിരുന്നു. പിന്നെ തുടരാൻ കഴിയാതെ നമ്പൂതിരി അല്പമൊന്ന് അറിയിച്ചു. എന്താ തിരുമേനി നിർത്തിയത്? പിന്നെന്തോ കൂടി പറയാനുണ്ടായിരുന്നല്ലോ. മറ്റൊന്നുമല്ല, ഇന്നലെ ഒരു സ്വാമി ഇവിടെ വന്നിരുന്നു. ഇന്ന് ഇവിടെ ഒരു അതിഥി വരുമെന്നും അത് നിങ്ങളുടെ നമ്മയ്ക്കായിരിക്കുമെന്നും പറഞ്ഞിട്ട് പോയി. വിഷ്ണുവിനെ അതൊരു അത്ഭുതമായിരുന്നുവെങ്കിലും പ്രകടിപ്പിച്ചില്ല. അതെയോ? ഇനി ഞാൻ വന്ന കാര്യം പറയാം. എറണാകുളത്ത് കോടതിയിൽ ഒരു വസ്തുവിനെ ചൊല്ലി അവകാശത്തർക്കം നടക്കുന്നുണ്ട്. ചില വ്യക്തികൾ അത് കൈക്കലാക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ അതിൻ്റെ യഥാർത്ഥ അവകാശികൾ ഉദയന്നൂർ കോവിലകമാണ്. അത് മനസ്സിലാക്കിയിട്ട് വക്കീൽ ശേഷാദ്രി അയ്യർ ഒരു തർക്കപത്രം സമർപ്പിച്ചിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ സഹായിയാണ്. അതിന് ആസ്പദമായ രേഖകൾ ഇവിടുന്ന് വാങ്ങിക്കുന്നതിനാണ് വന്നത്. ഒറ്റ ശ്വാസത്തിൽ എന്ന പോലെയാണ് വിഷ്ണു ഇത്രയും പറഞ്ഞു തീർത്തത്. മിത്രൻ നമ്പൂതിരി എല്ലാം കേട്ട് എന്തോ ചിന്തയിൽ മുഴുകിയിരിക്കുകയായിരുന്നു. ക്ഷണനേരത്തിന് ശേഷം ചിന്തയിൽ നിന്നുണർന്ന് നമ്പൂതിരി പറഞ്ഞു, ശരിയാണ്, എനിക്കെല്ലാം മനസ്സിലായി. ഇരിക്കൂ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. മിത്രൻ നമ്പൂതിരി അകത്തേക്ക് പോയി. ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം പുറത്തേക്ക് വന്നു. ഒപ്പം തന്നെ കയ്യിൽ ഒരു താലത്തിൽ സംഭാരവുമായി അദ്ദേഹത്തിൻ്റെ പത്നിയും കടന്നു വന്നു. ബഹുമാന സൂചകമായി വിഷ്ണു കസേരയിൽ നിന്നും എഴുന്നേറ്റിട്ട് ഇരുന്നു. മിത്രൻ നമ്പൂതിരി പത്നിയുടെ പക്കൽ നിന്നും സംഭാരം വാങ്ങി വിഷ്ണുവിന് നടത്തു. സംഭാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മിത്രൻ നമ്പൂതിരി പറഞ്ഞു, ഇത് ഏറെ അതിശയമായിരിക്കുന്നു കേട്ടോ ഉണ്ണി. പെട്ടെന്ന് നിർത്തിയിട്ട് തുറന്നു. അങ്ങനെ വിളിക്കാമല്ലോ അല്ലേ? ഒരു ഇളമുറക്കാരനല്ലേ, അതാ. ഒരു വിരോധമില്ല, മറിച്ച് സന്തോഷമേ ഉള്ളൂ. പ്രസന്നതയോടെ തിരുമേനി തുടർന്നു. ഇവിടെ ഞങ്ങൾ രണ്ടാളും പിന്നെ കുട്ടിയും മാത്രമേ ഉള്ളൂ. ഈ വീടിൻ്റെ മിക്കവാറും ഭാഗങ്ങളൊന്നും തന്നെ ആരും ഉപയോഗിക്കാറില്ല. ശിവക്ഷേത്രത്തിലെ പോറ്റി അറിയിച്ചതിനനുസരിച്ച് നിലവറയിൽ പോയി നോക്കിയേ. ശിവശിവ, അതിനുള്ളിൽ ഇങ്ങനെ ഒരു രേഖയുണ്ടെന്ന് ഒരിക്കലും അങ്ങ് കരുതിയില്ല. വിഷ്ണു ഒന്ന് പുഞ്ചിരിച്ചു. ഏതായാലും ഇനി അധിക സമയം കളയണില്ല. ചില കടലാസുകൾ അങ്ങ് ഒപ്പിടണം. കൂടാതെ ആ രേഖകളും എന്നെ ഏൽപ്പിക്കണം. വിഷ്ണു വക്കീൽ ഏൽപ്പിച്ചിരുന്ന ഒപ്പിടുവാനുള്ള കടലാസുകൾ എടുത്ത് മിത്രൻ നമ്പൂതിരിയെ ഏൽപ്പിച്ചു. അത് അയാൾ കയ്യിൽ വാങ്ങി ഓരോന്നായി നോക്കിയിട്ട് അടുത്ത് കിടന്ന മേശയിൽ വെച്ചു. ഉണ്ണി കുറച്ചു സമയം കൂടി ഇരിക്കണം. പോറ്റി വരാമെന്ന് പറഞ്ഞിട്ടുണ്ടേ. അദ്ദേഹം കൂടി എത്തിയതിന് ശേഷം ആവട്ടെ. പൂർണ്ണമായും തന്നെ മിത്രൻ നമ്പൂതിരി വിശ്വസിച്ചിട്ടില്ല. അതിനാലാണ് പോറ്റിയെ കാത്തു നിൽക്കുന്നത്. പക്ഷെ അതൊന്നും ഒരു പ്രശ്നമായി വിഷ്ണുവിന് തോന്നിയില്ല. മനസ്സിൽ അപ്പോഴും അജ്ഞാതനായ ആ സ്വാമിയുടെ സന്ദർശനമായിരുന്നു. അങ്ങനെ ഒരു കാര്യം രുദ്ര പറഞ്ഞിരുന്നില്ല. പിന്നെ ആരായിരിക്കും?
പെട്ടെന്നാണ് വിഷ്ണുവിൻ്റെ മനസ്സിൽ അയാളുടെ രൂപം തെളിഞ്ഞു വന്നത്. സ്വാമി നാരായണനുമായി സംസാരിച്ചു നിൽക്കുമ്പോൾ തന്നെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു കടന്നുപോയ കാവിധാരിയെ. അന്ന് സ്വാമി നാരായണൻ പറഞ്ഞത് അയാൾ അടുത്തൊരു ആശ്രമത്തിൻ്റെ വിലാസമാണ് അന്വേഷിച്ചതെന്നാണ്. കൈവിരലിലെ രക്തമോദരത്തിലേക്ക് നോക്കിയ വിഷ്ണുവിന് പുഞ്ചിരി പൊഴിക്കുന്ന രുദ്രയുടെ മുഖം കാണാൻ കഴിഞ്ഞതിൽ തൻ്റെ ചിന്തകൾക്ക് പ്രസക്തിയില്ലെന്ന് അയാൾ അറിഞ്ഞു. സംഭാരം കുടിച്ചിട്ട് പാത്രം താഴെ വയ്ക്കുമ്പോൾ കണ്ടു പടിപ്പുര കടന്ന് വധ്യവയോധികനായ ഒരു ബ്രാഹ്മണൻ കടന്നു വരുന്നു. ശിവപുരം ക്ഷേത്രത്തിലെ പൂജാരിയായിരിക്കുമെന്ന് വിഷ്ണു ഊഹിച്ചു. ഉമ്മറത്തേക്ക് കയറിയ അദ്ദേഹം ഭവ്യതയോടെ കസേരയിൽ നിന്നും എഴുന്നേൽക്കുന്ന വിഷ്ണു നാരായണനെ സൂക്ഷ്മതയോടെ ഏതാനും നിമിഷങ്ങൾ ശ്രദ്ധിച്ചു. വിഷ്ണു ബഹുമാന പുരസ്കാരം അദ്ദേഹത്തെ വണങ്ങി. ഉണ്ണി, ഇത് പരമേശ്വരൻ പോറ്റി, ശിവപുരം ക്ഷേത്രത്തിലെ പൂജാരിയാണ്. വിഷ്ണു പുഞ്ചിരിച്ചു. ദിവ്യമായ തേജസ് തെളിഞ്ഞു നിന്ന പൂജാരിയുടെ മുഖത്തേക്ക് ആരാധനയോടെ നോക്കി. ആ മുഖത്ത് അർത്ഥഗർഭമായ എന്തോ വ്യതിചലിക്കുന്നതിൻ്റെ ലക്ഷണമുണ്ടായിരുന്നു. നിമിഷങ്ങൾക്ക് ശേഷം ആ മുഖം പ്രകാശിച്ചു. വിഷ്ണുദത്തൻ നമ്പൂതിരി, സൂര്യങ്കാവില്ലത്തെ ബ്രഹ്മദത്തൻ നമ്പൂതിരിയുടെ മകൻ. പോറ്റിയുടെ വാക്കുകളിൽ അത്ഭുതമാണ് ഉളവാക്കിയത്. മിത്രൻ നമ്പൂതിരിയോട് തുറന്നു. എല്ലാ കാര്യങ്ങളും ഇദ്ദേഹത്തോട് സംസാരിച്ച് രേഖകളൊക്കെ കൊടുത്തോളൂ. നാം കാത്തിരിക്കുന്നതും ഇയാളെ തന്നെയാണ്. മിത്രൻ നമ്പൂതിരിയുടെയും ലളിതാംബിക അന്തർജനത്തിൻ്റെയും മുഖത്ത് സംതൃപ്തിയുടെ പ്രകാശം വിരിഞ്ഞു. എനിക്ക് ലേശം ധൃതിയുണ്ടേ, പോറ്റി വിഷ്ണുവിനോടായി തുറന്നു. എല്ലാം ഭംഗിയായി നടക്കാൻ ശ്രീ പരമേശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാവും. എല്ലാവരോടും യാത്ര പറഞ്ഞ് പരമേശ്വരൻ പോറ്റി മടങ്ങി. വിഷ്ണുദത്തൻ താൻ കൊണ്ടുവന്ന കടലാസുകളിലെല്ലാം മിത്രൻ നമ്പൂതിരിയെയും അന്തർജനത്തിൻ്റെയും ഒപ്പും കൈമുദ്രയും പതിപ്പിച്ചു. മിത്രൻ നമ്പൂതിരിയുടെ പക്കലുണ്ടായിരുന്ന രേഖകളിൽ നിന്നും മുദ്രക്കടലാസുകൾ മാത്രം എടുത്ത് കയ്യിൽ വെച്ചിട്ട് താളിയോല തിരിയെ നമ്പൂതിരിയെ ഏൽപ്പിച്ചു. ഇതെടുത്ത് ഭദ്രമായി വെക്കണം, ആവശ്യം വരുമ്പോൾ എടുക്കാം. കോടതിയിൽ ഹാജരാവേണ്ട തീയതി മുൻകൂട്ടി അറിയിച്ച് വന്നുകൊണ്ടുപോകാമെന്ന് അറിയിച്ച് വിഷ്ണു അവരോട് യാത്ര പറഞ്ഞിറങ്ങി. മടക്കയാത്രയിൽ ഇടയ്ക്കൊക്കെ കാവ്യവസ്ത്രധാരിയുടെയും കോവിലകത്ത് വന്ന് അറിഞ്ഞ സ്വാമിയുടെയും മുഖം കടന്നു വന്നെങ്കിലും അതെല്ലാം വിസ്മൃതിയിലേക്ക് തള്ളിവിട്ട് തൻ്റെ ദൗത്യത്തിൻ്റെ പുരോഗതിയും ഇനി ചെയ്യേണ്ടതായ പ്രവർത്തനങ്ങളുടെയും രൂപരേഖയും ഉള്ളത്തിൻ്റെ ഏടുകളിൽ കുറിച്ചിട്ടു. വീട്ടിൽ സമയത്ത് തന്നെ എത്തിയതിനാൽ യാത്രയുടെ വിശദാംശങ്ങളൊന്നും ആരും ആരാഞ്ഞില്ല. പോയ കാര്യങ്ങളൊക്കെ ഭംഗിയായോ എന്ന് അച്ഛൻ മാത്രം അന്വേഷിച്ചു. അടുത്ത നാൾ തന്നെ ജോലി സ്ഥലത്തേക്ക് തിരിച്ചു പോവുകയാണെന്ന് അറിയിച്ചപ്പോൾ അമ്മയുടെ കണ്ണുകളിൽ വിഷാദം നിഴലിച്ചു. മകനെ കണ്ട് മതി തീർന്നില്ല അമ്മയ്ക്ക്. പോകാതെ വയ്യ, നാളെ വക്കീലിനെ കാണേണ്ടതാണ്. വൈകുന്നേരം തന്നെ സ്വാമി നാരായണനെ വിളിച്ച് വരുന്ന കാര്യം അറിയിച്ചു. ബസ് സ്റ്റാൻഡിലേക്ക് വണ്ടി അയക്കാമെന്ന് അദ്ദേഹം പറഞ്ഞെങ്കിലും സ്നേഹപൂർവ്വം നിരസിച്ചു. പകരം വീട്ടിലേക്ക് നേരെ ചെല്ലണമെന്നും ഒരുമിച്ച് വക്കീലിൻ്റെ ഓഫീസിലേക്ക് പോകാമെന്നും സമ്മതിക്കേണ്ടി വന്നു. അത്താഴം കഴിഞ്ഞ് രാവിൻ്റെ ഏകാന്തതയിൽ രാക്കിളികളുടെ മർമ്മരം ശ്രമിച്ച് കുറച്ചു സമയം മുറ്റത്ത് ഉലാത്തിയിട്ടാണ് കിടക്കയിലേക്ക് പോയത്. രുദ്രയുടെ സമാഗമം ഇന്നുണ്ടാവുമോ എന്ന് ശങ്കിച്ചെങ്കിലും സാധ്യതയില്ലെന്ന് മനസ്സ് പറഞ്ഞു. കാരണം എല്ലാ കാര്യങ്ങളും വിശദമായി തന്നെ കഴിഞ്ഞ ദിവസം സംസാരിച്ചല്ലോ. പക്ഷേ ആ കാവ്യവസ്ത്രധാരി വീണ്ടും ഉള്ളിലേക്ക് കയറി വന്നു. എല്ലാം മറയ്ക്കാൻ ശ്രമിച്ച് നിദ്രയുടെ പാദപതനത്തിനായി കാതോർത്ത് അണിവിരലിലെ രത്നമോതിരത്തിൻ്റെ നീലപ്രഭയിൽ ലയിച്ച് കണ്ണുകളടച്ച് കിടക്കയിൽ നിവർന്നു കിടന്നു. ഉറക്കം കൺപോളകളെ തഴുകി തുടങ്ങിയപ്പോൾ ആരോ ബലമായി പിടിച്ചകത്തിയതുപോലെ മിഴി തുറന്നു. ചുറ്റും അന്ധകാരമായിരുന്നു. തുറന്നു കിടന്ന ജനാലയിലൂടെ ചാന്ദ്രിക പ്രകാശം അരിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. എന്തേ പെട്ടെന്ന് കണ്ണു തുറക്കാൻ കാരണമെന്ന് ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ രുദ്രയുടെ മന്ദസ്മിതം മുഖത്തിനരികിൽ തെളിഞ്ഞു. ലേശം പരിഭ്രമത്തോടെയാണ് കിടക്കയിൽ എഴുന്നേറ്റിരുന്നത്. സാധാരണഗതിയിൽ രുദ്രയുടെ വരവ് മുൻകൂട്ടി തനിക്കറിയാൻ കഴിഞ്ഞിരുന്നു. എന്നാൽ ഇന്ന് എന്താ? വിഷ്ണു ഭയന്നുവോ? അടുത്തേക്ക് ചേർന്നിരുന്ന് തൻ്റെ വലതുകരം അവളുടെ കരതലത്തിൽ എടുത്തു ചോദിച്ചു. പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് ഉണർന്നതിനാലാവാം വിഷ്ണു പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. അല്ല എന്ന് എനിക്കറിയാം. വിഷ്ണുവിനും ശരിയാണ്, രുദ്രയിൽ നിന്നും ഒന്നും മറയ്ക്കാൻ കഴിയില്ലല്ലോ. കൗതുകം പൂണ്ട അവരുടെ മുഖത്തേക്ക് നോക്കി തുറന്നു. ഉദയന്നൂർ കോവിലകത്ത് ചെന്നപ്പോഴുണ്ടായിരുന്ന ഒരു വിശേഷമാണ് എന്നെ അലട്ടിയിരുന്നത്. ഒരു കാവ്യ വസ്ത്രധാരി അല്ലേ? രുദ്ര ഇടയ്ക്ക് കയറി ചോദിച്ചു. അതെ. വിഷ്ണു അറിയേണ്ട മറ്റൊരു പ്രധാന കാര്യമുണ്ട്. അതിനെക്കുറിച്ച് വ്യക്തമായ കാര്യങ്ങൾ ധരിപ്പിക്കുന്നതിനാണ് ഞാനിന്ന് വന്നത്. വിഷ്ണു ആകാംക്ഷയോടെ അവളുടെ മുഖത്ത് തന്നെ ശ്രദ്ധിച്ചിരുന്നു. ആലങ്ങാട്ട് മനയുടെ ചരിത്രത്തിൽ ദൈവിക വശം പോലെ തന്നെ തീയ ശക്തികളുമുണ്ട്. അത് സൂക്ഷ്മമായി പരിഗണിക്കേണ്ടതുണ്ട്. എന്തോ ഒരു നിമിഷം ചിന്തിച്ച് രുദ്ര തുടർന്നു. വിഷ്ണു അന്ന് രേഖകൾ പരിശോധിച്ചപ്പോൾ ഒരു ധനശേഖരത്തെക്കുറിച്ച് അറിഞ്ഞില്ലേ? അത് ഞാൻ വായിച്ചിരുന്നു.
അഷ്ടദിക്ക് പാലകരിൽ ബന്ധിക്കപ്പെട്ട നിധിയല്ലേ? അതെ, അത് തന്നെ. മനയുടെ അവകാശിയെ കണ്ടെത്തി ഏൽപ്പിക്കാൻ ഞാൻ ശ്രമിച്ചതുപോലെ തന്നെ ആ സമ്പത്ത് കൈക്കലാക്കാൻ ദുഷ്ടശക്തികളും രംഗത്തുണ്ട്. അവർ ഇന്നു മുതൽ വിഷ്ണുവിൻ്റെ പിന്നാലെ ഉണ്ടാകും. അതിൻ്റെ ലക്ഷണമായിരുന്നു ആ കാവ്യവസ്ത്രധാരി. ഉള്ളിലുണ്ടായ നടുക്കം കൈകളിലൂടെ സ്പന്ദനങ്ങളായി രുദ്രയുടെ കരതലത്തിൽ എത്തിയിരുന്നു. അവളുടെ വിരലുകൾ വിഷ്ണുവിൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു. വിഷ്ണു ഭയക്കണ്ട. ഒരു ദുഷ്ടശക്തിക്കും വിഷ്ണുവിനെയോ കുടുംബത്തെയോ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഈ രത്നമോതിരം നഷ്ടപ്പെടുത്താതിരുന്നാൽ മാത്രം മതി. വിഷ്ണുവിൻ്റെ മനസ്സൊന്നയഞ്ഞു. ഇതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? പ്രത്യേകിച്ചൊന്നും തന്നെ ഇപ്പോൾ ആവശ്യമില്ല. പക്ഷേ വേണ്ടിവരും. സമയമാവുമ്പോൾ ഞാൻ പറയാം. ഇനി പല സന്ദർഭങ്ങളിലും ആ കാവ്യവസ്ത്രധാരിയെ വിഷ്ണു കണ്ടുവിട്ടു. അപ്പോഴെല്ലാം പെരുമാറേണ്ടത് ആ വ്യക്തിയെ വിഷ്ണുവിനറിയാം എന്ന ഭാവത്തിലായിരിക്കണം. അത് വിഷ്ണുവിനുള്ള തിരസ്കരണീയങ്ങളായിരിക്കും. വിഷ്ണുവിനെ എല്ലാം പൂർണ്ണമായി മനസ്സിലായില്ലെങ്കിലും അത് ഭാവിച്ചില്ല. ഇനി വിഷ്ണു വിശ്രമിച്ചോളൂ, ഞാൻ യാത്രയാവുന്നു. വിഷ്ണുവിൻ്റെ കരതലത്തിലും നെറ്റിയിലും മെല്ലെ തലോടിയിട്ട് രുദ്രം അറിഞ്ഞതോടെ അയാൾ ശാന്തമായ നിദ്രയിലേക്ക് വഴുതി വീണു. രേഖകൾ പരിശോധിച്ചു കൊണ്ടിരുന്ന വക്കീൽ അയ്യരുടെ മുഖത്ത് മിന്നിമറഞ്ഞ വിവിധ ഭാവങ്ങൾ ശ്രദ്ധിച്ച് സ്വാമി നാരായണനും വിഷ്ണുവും വെറുതെ അദ്ദേഹത്തിൻ്റെ മുന്നിലെ കസരയിലിരുന്നു. അരനാഴികയോളം സമയമെടുത്തിട്ടുണ്ടാവും അയ്യർക്ക് എല്ലാ രേഖകളും വിശദമായി പരിശോധിക്കാൻ. ഒരു ദീർഘനിശ്വാസം മുതിർത്ത് പ്രസന്നവദനായി അയ്യർ അവരെ ഇരുവരെയും മാറി മാറി നോക്കി. എന്താണ് വക്കീലിൻ്റെ അഭിപ്രായം എന്നറിയാൻ ഇരുവരും കാത്തിരുന്നു. സ്വാമി, ഞാൻ ഇന്ന് വരെയും ഇത്രയ്ക്കും പെർഫെക്റ്റായ ഡോക്യുമെൻ്റ് കണ്ടിട്ടില്ല. ഇത് സോളിഡ് എവിഡൻസ് ആണ്. ഒരാൾക്കും ഇത് നിഷേധിക്കാനാവില്ല. അയ്യരുടെ വാക്കുകൾ തേന്മഴ പോലെയാണ് അവരിരുവരും ശ്രമിച്ചത്. എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നതിനാലാണ്. സ്വാമി വിഷ്ണുവിൻ്റെ മുഖത്തേക്ക് ഒന്ന് തിരിഞ്ഞിട്ട് തുറന്നു. വിഷ്ണു വന്നപ്പോൾ തന്നെ അയ്യരെ ഏൽപ്പിക്കാൻ തീരുമാനിച്ചത്. വിഷ്ണു ഒന്നും പറഞ്ഞില്ല. വെറുതെ അവരുടെ സംഭാഷണം കേട്ടിരുന്നു. അയാൾക്ക് പരിപൂർണ ഉറപ്പുള്ള കാര്യങ്ങളിലാണല്ലോ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. സ്വാമി, ഇത് നമ്മൾ പിടിക്കും. മൂവർ സംഘം മുട്ടുമടക്കും, ഉറപ്പാണ്. എന്താണ് ഒരു പക്ഷേ? പെട്ടെന്ന് സ്വാമി നാരായണൻ ചോദിച്ചു. മറ്റൊന്നുമില്ല. അവരിൽ നിന്നും ഒരു ഫിസിക്കൽ അറ്റാക്ക് പ്രതീക്ഷിക്കണം. അവരുടെ രീതി അങ്ങനെയാണ്. സാരമില്ല, നമുക്ക് ഹൈക്കോർട്ടിൽ ഒരു മൂവ്മെൻറ്റ് നടത്താം. അഡ്വാൻസായി തന്നെ ഞാൻ വേണ്ടതുപോലെ ചെയ്തോളാം. അയ്യർ ഇരുവരെയും ഒന്ന് നോക്കിയിട്ട് തുറന്നു. രണ്ടുപേരും എല്ലാ തരത്തിലും കൂടെ ഉണ്ടാവണം. വക്കീൽ എല്ലാ തരത്തിലും എന്ന് ഉദ്ദേശിച്ചതിൽ സാമ്പത്തികമായിരിക്കും പ്രധാനമായും കണക്കാക്കിയത് എന്ന് മനസ്സിലാക്കിയ സ്വാമി തിരിഞ്ഞു വിഷ്ണുവിനെ നോക്കി. വിഷ്ണു എല്ലാം ഗ്രഹിച്ചു എന്ന കണ്ണുകളിലൂടെ സ്വാമിയെ അറിയിച്ചു. രേഖകളെല്ലാം കൈപ്പറ്റിയതായി അതിൻ്റെ പകർപ്പിൽ ഒപ്പും സീലും വെച്ച് വിഷ്ണു വക്കീലിനെ ഏൽപ്പിച്ചു. മുറപ്പടി കോടതി നടപടികളുടെ വിവരങ്ങൾ യഥാസമയം വിഷ്ണുവിനെയോ സ്വാമിയെയോ അറിയിക്കാമെന്ന് വക്കീൽ അറിയിച്ചു. മിത്രൻ നമ്പൂതിരെയും കുടുംബത്തെയും സമയത്ത് കോടതിയിൽ ഹാജരാക്കേണ്ട കാര്യവും ഓർമ്മിപ്പിച്ചു. ഇറങ്ങുന്നതിന് മുമ്പ് വക്കീൽ സൂചിപ്പിച്ചിരുന്ന തുകയുടെ ഒരു ഭാഗം കൂടി വിഷ്ണു അദ്ദേഹത്തെ ഏൽപ്പിച്ചു. ആ പ്രവൃത്തി അയ്യർക്ക് ഏറെ ഹിതകരമായി എന്ന് അയാളുടെ മുഖഭാവത്തിൽ അറിയാമായിരുന്നു. കാറിലേക്ക് കയറുമ്പോൾ സ്വാമി പറഞ്ഞു, ഇന്ന് നേരെ വീട്ടിലേക്ക് പോകാം. ഊണിന് വിഷ്ണു കൂടി ഉണ്ടാവുമെന്ന് ഞാൻ അറിയിച്ചിട്ടുണ്ട്. വിഷ്ണുവിന് മാനസികമായ അല്പം ബുദ്ധിമുട്ട് തോന്നിയെങ്കിലും സ്വാമിയോട് മറുത്തൊന്നും പറയാതെ വീട്ടിലേക്ക് പുറപ്പെട്ടു. തൻ്റെ സമ്മതം സ്വാമിക്ക് ഏറെ സന്തോഷമായി എന്ന് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിൽ പ്രകടമായി. അധ്യായം 18. മുൻകൂട്ടി നിശ്ചയിച്ചതിനനുസരിച്ച് എറണാകുളം പട്ടണത്തിൽ നിന്നും കുറച്ചകന്ന് ഒരു ലോഡ്ജിൽ മുറിയെടുത്തു വിഷ്ണുദത്തൻ. താൻ ജോലിയിലാണെന്ന് എല്ലാവരെയും ധരിപ്പിച്ചിരുന്നത്. ആ സ്ഥിതിക്ക് വീട്ടിലേക്ക് പോകാൻ കഴിയില്ലല്ലോ. മുറിയിൽ ബാഗുകളെല്ലാം ഒതുക്കി വെച്ച് പുറത്തിറങ്ങി കുറച്ച് അത്യാവശ്യ സാധനങ്ങളും കൂടെ പുസ്തകങ്ങളും വാങ്ങി. ഇനി കുറച്ചു നാളേക്ക് ഇതായിരിക്കും തൻ്റെ വാസസ്ഥലം. തൻ്റെ മുന്നോട്ടുള്ള ജീവിതം തൽക്കാലം ഈ രീതിയിലായിരിക്കും. പക്ഷേ എവിടെയാണ് ഒരത്താണി? ശോഭനമായ ഒരു തീരത്ത് തന്നെ കൊണ്ടെത്തിക്കുമെന്ന് രുദ്ര പറയാറുണ്ട്. തമാശയായിരിക്കില്ല. അവൾ തമാശയായി ഒന്നും പറയാറില്ല. അവൾ മനുഷ്യ സ്ത്രീയല്ലല്ലോ കളി പറയാൻ. സ്വാമി നാരായണൻ അന്ന് അവിടെ തങ്ങാൻ ഏറെ നിർബന്ധിച്ചു. എങ്കിലും പിന്നൊരവസരത്തിലാവാമെന്ന് പറഞ്ഞൊഴിഞ്ഞു. ഏറെ സമ്പന്നനായ ആ വ്യക്തിയുടെ സാമീപ്യവും വീടും തനിക്കല്പം ശ്വാസം മുട്ടലുണ്ടാക്കുന്നു എന്ന് തോന്നിപ്പിക്കുന്നു. തൻ്റെ കഴിവില്ലായ്മയായിരിക്കാം ചിലപ്പോൾ അങ്ങനെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചത്. ഏറെക്കുറെ യാഥാർത്ഥ്യവുമാണ്. പക്ഷെ സ്വാമിയുടെ പെരുമാറ്റത്തിൽ ഏറെ ലാളിത്യമായിട്ടുണ്ടായിരുന്നു. ദിവസങ്ങൾ ലോഡ്ജ് മുറിയും സമീപത്തെ വഴികളിലും സ്ഥലങ്ങളിലുമായുള്ള യാത്രയുമായി കഴിച്ചു. ഇടയ്ക്കിടെ ചില ദിവസങ്ങളിൽ ശ്രീലക്ഷ്മി വിളിച്ചു. അമ്മയ്ക്ക് വേണ്ടിയായിരുന്നു. അവൾ ഏറെ സന്തോഷത്തിലാണ്. ശ്രീലക്ഷ്മി മാത്രമല്ല, സരസ്വതിയും അങ്ങനെ തന്നെ. പ്രത്യേക കാരണം മൊബൈൽ ഫോൺ തന്നെ. ചില ദിവസങ്ങളിൽ
അവൾ ക്ലാസ്സിൽ കൊണ്ടുപോകാനും മടിച്ചില്ല. അല്പം പത്രാസായിക്കോട്ടെ എന്ന് താനും കരുതി. അതിനാലാണ് ചോദിച്ചപ്പോൾ അനുവദിച്ചത്. സഹോദരിമാരുടെയും വീട്ടുകാരുടെയും കാര്യത്തിൽ താൻ ഏറ്റവും ഭാഗ്യവാനാണെന്ന് വിഷ്ണു എന്നും കരുതാറുണ്ട്. ഈശ്വരചിന്തയോടെ നേർവഴിയിൽ തന്നെ നടക്കുന്ന ഒരു കുടുംബമാണ് തനിക്കുള്ളത്. ആരും രഹസ്യങ്ങളൊന്നും സൂക്ഷിക്കാറില്ല. എല്ലാവർക്കും എല്ലാം അറിയാം. പക്ഷെ താൻ മാത്രം ഇപ്പോൾ ചിലത് മറയ്ക്കുന്നു. രുദ്ര എന്ന സത്യത്തെയും ഇപ്പോൾ ഏർപ്പെടുന്ന കാര്യങ്ങളും. ഇതെല്ലാം ഒരു നന്മയിലേക്കുള്ള പ്രയാണമാണെന്ന് അറിയാവുന്നതിനാൽ തെറ്റായി തോന്നിയില്ല. ദീപാരാധനയ്ക്ക് അമ്പലത്തിലേക്കുള്ള യാത്ര ഇവിടെ ആയതിനു ശേഷം ഒരിക്കലും മുടങ്ങിയിട്ടില്ല. ഇടക്കാലത്ത് അതിലൊന്നും വിശ്വാസമില്ലാതായതാണ്. തൻ്റെ ജീവിത പരാജയങ്ങളായിരുന്നു കാരണം. പക്ഷേ രുദ്രയുടെ സാമീപ്യത്തെയും പ്രത്യേകിച്ച് അന്നത്തെ ആ ദിവ്യദർശനത്തെയും എല്ലാം വ്യക്തമായി ഈശ്വരൻ സത്യമാണെന്ന്. ഇന്നും പതിവ് പോലെ അമ്പലത്തിൽ നിന്നും വരുന്ന വഴി ഭക്ഷണം കഴിച്ച് മുറിയിലെത്തിയപ്പോൾ മൊബൈലിൽ ഒരു കോള് വന്നു. സ്വാമി നാരായണനായിരുന്നു. ഹലോ വിഷ്ണു, ഞാനാണ് സ്വാമി. സ്വാമി സാറേ പറഞ്ഞോളൂ. വിഷ്ണു തന്നെയാണ്. ഞാനൊരു പ്രത്യേക കാര്യം പറയാനാണ് വിളിച്ചത്. ക്ഷണനേരം വിഷ്ണുവിൻ്റെ പ്രതികരണത്തിനായി കാത്തതായിരിക്കണം. സ്വാമി തുറന്നു. നാളെ വിഷ്ണുവിന് അവധിയല്ലേ? ഇവിടെ വരെ ഒന്ന് വരാൻ കഴിയുമോ? നാളെ ഞായറാഴ്ചയാണെന്ന് ഇപ്പോഴാണ് ഓർമ്മിച്ചത്. എന്നും ജോലിയുള്ളവർക്കല്ലേ ദിവസങ്ങളെപ്പറ്റി ഓർമ്മയുണ്ടാകൂ. അല്ലാത്തവർക്ക് നേരം പുലരുന്നു, അസ്തമിക്കുന്നു, അത് മാത്രമേ അറിയൂ. തൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയും അതുകൊണ്ട് തന്നെയാണ്. എനിക്ക് വരുന്നതിന് ബുദ്ധിമുട്ടില്ല. എന്നാലും പ്രത്യേകിച്ച് എന്തെങ്കിലും വിശേഷമുണ്ടോ? ഉണ്ട്, പക്ഷെ അത് സസ്പെൻസാണ്. സ്വാമിയുടെ ഗൂഢസ്മിതം ഫോണിലൂടെ അറിഞ്ഞു. അങ്ങനെയെങ്കിൽ അതാവട്ടെ, ഞാൻ വരാം. ശരി, എങ്കിൽ നാളെ ഉച്ചയ്ക്ക് മുൻപായി ഞാൻ പ്രതീക്ഷിക്കും. സ്റ്റാൻഡിലേക്ക് വണ്ടി അയക്കണോ? വേണ്ട, ഞാൻ എത്തിക്കോളാം. പെട്ടെന്ന് മറുപടി പറഞ്ഞു. അല്ലെങ്കിൽ പ്രശ്നമാവും. താൻ ഏത് വണ്ടിയിലായിരിക്കും വരുന്നതെന്ന് അയാൾക്ക് നിശ്ചയമുണ്ട്. അതൊഴിവാക്കിയില്ലെങ്കിൽ ഇപ്പോഴത്തെ താമസവും മറ്റും അയാൾ അറിയാനിടയാവും. എന്തായിരിക്കും സ്വാമി നാരായണൻ പെട്ടെന്ന് കാണണമെന്ന് പറഞ്ഞത്? മുൻകൂട്ടി അറിയിക്കാൻ ശ്രമിക്കാതെ തനിക്കൊരു ആശ്ചര്യം തരാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എന്തായാലും സ്വാമിയായതിനാൽ ഒരു ശങ്കയ്ക്കും അവിടെ സ്ഥാനമില്ല. രാവിലെ തന്നെ ഉണരുന്നതിന് തീരുമാനിച്ച് വിളക്കണച്ച് കട്ടിലിൽ ഉറക്കത്തിൻ്റെ സാമീപ്യത്തിനായി മനസ്സിലെ ചിന്തകളെ അകറ്റി വെറുതെ കിടന്നു. നിദ്രയുടെ നൂലിഴകൾ ശരീരത്തെ തഴുകി തുടങ്ങിയപ്പോൾ തന്നെ കൺപോളകൾ സാവധാനം അടഞ്ഞു. ഉറക്കത്തിൻ്റെ ആവരണത്തിലേക്ക് വഴുതിയിറങ്ങുമ്പോൾ തലമുടി ഇഴകളിൽ ഒരു നനുത്ത തലോടൽ അറിഞ്ഞെങ്കിലും വീണ്ടും വീണ്ടും ആലസ്യത്തിലേക്ക് വഴുതി വീണു. വിഷ്ണു, ഒരു മൃദുമർമ്മരം പോലെ കാതുകളിൽ തൻ്റെ പേരുച്ചരിച്ചതറിഞ്ഞ് പെട്ടെന്ന് മിഴി തുറന്നു. തനിക്കൊന്നും പ്രചോദനമായിട്ടുള്ള ആ പുഞ്ചിരിക്കുന്ന മുഖവും തിളങ്ങുന്ന കണ്ണുകളും ചുരുണ്ടിടതോർന്ന മുടികളും കൺമുന്നിൽ കണ്ടു. രുദ്രയുടെ മുഖം. എന്താ വിഷ്ണു, പെട്ടെന്ന് തന്നെ ഉറക്കായോ? ചെറുപുഞ്ചിരിയോടെ കട്ടിലിൽ എഴുന്നേറ്റ് രുദ്രയുടെ സമീപത്തിരുന്നു. വിഷ്ണു, നാളെ ഒരു യാത്ര പോകുന്നു അല്ലേ? അതെ, സ്വാമി നാരായണൻ വിളിച്ചിരിക്കുന്നു. കാര്യമൊന്നും പറഞ്ഞില്ല. പക്ഷേ രുദ്രയ്ക്ക് അറിയാമായിരിക്കുമല്ലോ എന്താണെന്ന്. ഇത് കേട്ട് രുദ്ര പൊട്ടിച്ചിരിച്ചു. എന്താ എത്ര ചിരിക്കാൻ? വിഷ്ണുവിന് നീരസം തോന്നി. വിഷ്ണുവിന് മനസ്സിലായില്ലേ എന്താണെന്ന്? ഗൗരവത്തോടെ അവൾ തുറന്നു. ഞാനെല്ലാം അറിയുന്നു എന്ന് വിഷ്ണുവിനെ അറിയാം. പക്ഷെ ചില നിശ്ചയങ്ങൾ വെളിപ്പെടുത്താവുന്നതല്ല എന്ന് വിഷ്ണുവിനറിയാം. ശരിയാണ്, ജാളിത മറച്ച് വിഷ്ണു പറഞ്ഞു. എങ്കിലും ഒരാകാംക്ഷ, അതിനാലാണ് ചോദിച്ചത്. തികച്ചും മനുഷ്യ സഹജം. സാരമില്ല, ഒന്ന് മാത്രം പറയാം. നാളെ വിഷ്ണുവിൻ്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത അനുഭവമുള്ള ദിവസമായിരിക്കും. മതി, അത്രയും അറിഞ്ഞാൽ മതി. വിഷ്ണുവിന് സന്തോഷമായി. ഇനി വിഷ്ണു മറക്കരുത്. എന്തെങ്കിലും അനിഷ്ടങ്ങൾ സംഭവിക്കുമെങ്കിൽ ഞാനത് തടഞ്ഞിരിക്കും. വിഷ്ണുവിനെ എനിക്ക് അത്രയ്ക്കും ഇഷ്ടമാണ്. അവസാന വാചകം വിഷ്ണുവിൻ്റെ മുഖത്തിന് തൊട്ടടുത്ത് വന്നിട്ടാണ് അവൾ പറഞ്ഞത്. പരിശുദ്ധമായ പരിമളം അവളിൽ നിന്നും പൊഴിഞ്ഞത് അവൻ്റെ നാസികയിലൂടെ അകത്തുകയറി സിരകളിൽ പുതിയ ഉണർവ് സൃഷ്ടിച്ചു. ഇനി ഞാൻ വൈകിക്കുന്നില്ല. വിഷ്ണു ഉറങ്ങിക്കോളൂ. രുദ്രയുടെ കരാങ്കുലികളാൽ വിഷ്ണുവിൻ്റെ കൺപോളകളെ തഴുകിയിട്ട് അവൾ മറഞ്ഞു. രാത്രി ഏറെയായിട്ടും മൂവർ സംഘത്തിൻ്റെ സഭ പിരിഞ്ഞില്ല. കൂടുതൽ സമയവും ഏവരും നിശബ്ദരായിരുന്നു. തീരുന്നതിനനുസരിച്ച് പാനപാത്രങ്ങളിൽ മദ്യം നിറയ്ക്കുക മാത്രമായിരുന്നു ജോസഫിൻ്റെ ജോലി. അയാൾ പ്രത്യേകിച്ച് ഇവരുടെ ചർച്ചയിൽ പങ്കൊന്നും ഇല്ലായിരുന്നു. പക്ഷേ എപ്പോഴെങ്കിലും എന്തിനെ പറ്റിയെങ്കിലും അയാളോട് ചോദിക്കാൻ സാധ്യതയുള്ളതിനാൽ ഏത് സമയത്തും ശ്രദ്ധാലുവായിരുന്നു ജോസഫ്. മന്ത്രി സാറേ, മേനോനാണ് മൗനം ഭജിച്ചത്. മൂവർ മാത്രമുള്ള സമയങ്ങളിൽ അവർ പരസ്പരം പേര് വിളിച്ചാണ് സംസാരിക്കാറുള്ളത്. എന്നാൽ മദ്യത്തിൻ്റെ ലഹരി പിടിച്ചു കഴിഞ്ഞാൽ മേനോന് ബഹുമാനം വർദ്ധിക്കും. മന്ത്രി സാറേ,
മറ്റന്നാൾ കോടതിയിൽ അവകാശികൾ ആരും ഹാജരാവേണ്ട എന്നാണ് കോടതി ഉത്തരവ്. വക്കീലന്മാർ മാത്രം മതിയെന്ന്. ഞാൻ അല്പം സമ്മർദ്ദം ചെലുത്തി നോക്കി, പക്ഷെ നടന്നില്ല. ഇനിയും കുറച്ചുനാൾ കൂടി ആളെ കാണാൻ കാത്തിരിക്കണമല്ലോ എന്ന് ഓർക്കുമ്പോൾ ഭ്രാന്ത് പിടിക്കുന്നു. മന്ത്രിയുടെ വാക്കുകളെ ഖണ്ഡിച്ച് സക്രിയാച്ചൻ പറഞ്ഞു, കാത്തിരിക്കണമെന്നില്ല, അവൻ്റെ ആയുസ് കുറച്ചുകൂടി നീട്ടിക്കിട്ടി എന്ന് പറഞ്ഞാൽ മതി. പുതിയ അവകാശികളുടെ വിശദവിവരം അന്നറിയാൻ കഴിയും. പക്ഷേ മേനോൻ തുടരാൻ അനുവദിക്കാതെ സക്രിയാച്ചൻ ചോദിച്ചു, പിന്നെന്താ? പക്ഷേ ആ വിവരം ഇങ്ങ് തന്നാൽ മതി, ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം. വെറുതെ മണ്ടത്തരം പറയാതെ കറിയാച്ച. ജഡ്ജിയുടെ ചേംബറിൽ ഞങ്ങൾ 2 വക്കീലന്മാർ മാത്രമേ ഉണ്ടാകാവൂ എന്നാണ് നിയമം പറയുന്നത്. അതിനുശേഷം ആ നമ്പൂതിരിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ സ്വാഭാവികമായും സംശയം എൻ്റെ നേരെയാവും. ഓഹോ, അത് ശരി, ഞാൻ അത്രയും ചിന്തിച്ചില്ല. അവരുടെ വക്കീലെങ്ങനെയാ? നമുക്ക് സ്വാധീനിക്കാൻ കഴിയുമോ? മന്ത്രിയുടെ ചോദ്യം കേട്ട് മേനോൻ്റെ മുഖം അല്പമൊന്ന് മങ്ങിയത് മറ്റാരും കണ്ടില്ല. ശേഷാദ്രി അയ്യരെ സ്വാധീനിക്കാൻ ഈ ഭൂമിയിൽ ആരെക്കൊണ്ടും കഴിയില്ല. ആ വഴിക്ക് നോക്കിയാൽ സ്വയം കുഴി തോണ്ടലാകും, മേനോൻ തീർത്തു പറഞ്ഞു. വീണ്ടും മൗനത്തിൻ്റെ നിമിഷങ്ങൾ അവിടെ കുടിയേറി. ജോസഫ് ഒഴിഞ്ഞ പാത്രങ്ങളിൽ മദ്യം നിറച്ച് ഓരോരുത്തരുടെയും മുന്നിലേക്ക് നീക്കിവെച്ചു. അണ്ടിപ്പരിപ്പ് നിറച്ച പാത്രം അതിനടുത്തേക്കും. മേനോനെ, രാമരാജൻ ചോദിച്ചു, എനിക്ക് മനസ്സിലാവാത്തത് മറ്റന്നാളത്തെ കോടതി നടപടി ഇത്ര രഹസ്യമായി നടത്തുന്നത് എന്താണെന്ന്. മന്ത്രി സാറേ, ഇതിൻ്റെ കാരണം 2 ഉടമസ്ഥാവകാശ രേഖകളും വ്യക്തികളും വന്നിരിക്കുന്നതിനാൽ അതിൻ്റെ നിജസ്ഥിതി പരിശോധിക്കേണ്ടത് കോടതിയുടെ ആവശ്യമാണ്. അതിന് 2 ഭാഗത്തെയും വക്കീലന്മാർ മാത്രം മതിയാവും. ഒന്ന് നിർത്തി അണ്ടിപ്പരിപ്പെടുത്ത് ചവച്ച് ഗ്ലാസ്സിൽ ബാക്കിയിരുന്ന മദ്യം കൂടി കഴിച്ച് മേനോൻ തുടർന്നു. രേഖകളുടെ ഉറവിടത്തെക്കുറിച്ച് വ്യക്തമായി അവതരണം വക്കീലന്മാർ നൽകണം. അത് കുഴപ്പമാകോ? മന്ത്രിയുടെ സംശയം തന്നെയായിരുന്നു സ്കറിയാച്ചൻ്റെയും. ഒരു പ്രശ്നമില്ല, നല്ല അസൽ തന്നെയല്ലേ നമ്മുടെ പക്കലുള്ളത്. മേനോന് യാതൊരു ശങ്കയുമില്ലായിരുന്നു. പിന്നീട് ആരുമൊന്നും മിണ്ടിയില്ല. അവരുടെ ലോകത്ത് കണക്കുകൾ കൂട്ടിയും കിഴിച്ചും കുറച്ച് സമയം കൂടി ചിലവഴിച്ച് താൽക്കാലികമായി പിരിഞ്ഞു. വിഷ്ണു മുറിയിൽ നിന്നും ഇറങ്ങുമ്പോൾ സമയം 10 മണി കഴിഞ്ഞിരുന്നു. സ്വാമി ഇന്നലെ വിളിക്കുമ്പോൾ പ്രത്യേക താല്പര്യമൊന്നും തോന്നിയില്ലെങ്കിലും രുദ്രയുടെ വാക്കുകൾ കൂടി കേട്ടപ്പോൾ ഈ യാത്രയിലൂടെ താനെന്തോ നേടുന്നു എന്ന് തോന്നിത്തുടങ്ങി. എന്തായിരിക്കും എന്ന് മാത്രം മനസ്സിലാകുന്നില്ല. കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ തൻ്റെ ജോലിയെക്കുറിച്ച് സ്വാമി ചോദിച്ചിരുന്നു. ഇപ്പോഴുള്ളത് താൽക്കാലിക ജോലിയാണെന്നും അടുത്തു തന്നെ കഴിയുമെന്നും പറഞ്ഞപ്പോൾ അദ്ദേഹം ഒന്ന് മൂളുക മാത്രമാണ് ചെയ്തത്. ചിലപ്പോൾ എന്തെങ്കിലും ജോലിയുടെ കാര്യമായിരിക്കുമോ? വീട്ടിലെത്തുമ്പോൾ സ്വാമി നാരായണൻ ഉമ്മറത്ത് തന്നെ ഉണ്ടായിരുന്നു. വിഷ്ണുവിനെ കണ്ടയുടൻ പുറത്തേക്ക് വന്ന് സ്വീകരിച്ചു. സ്വാമിയോടൊപ്പം അകത്തേക്ക് കടന്നപ്പോൾ തന്നെ ഭാര്യ ലക്ഷ്മിയും ദേവിയും പുഞ്ചിരിയോടെ വിഷ്ണുവിനെ എതിരേറ്റു. വിഷ്ണു വന്നില്ലെങ്കിലോ എന്ന് ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു. വിഷ്ണു സോഫയിലേക്ക് ഇരിക്കുമ്പോൾ സ്വാമിയുടെ ഭാര്യ പറഞ്ഞു, യാത്രയൊക്കെ സുഖമായിരുന്നു? സുഖമായിരുന്നു, ഞാൻ വരുമെന്ന് സ്വാമി സാറിനോട് ഉറപ്പ് പറഞ്ഞിരുന്നു. ഈ ഉറപ്പ് ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്. തമാശ എന്നോണം സ്വാമി വിഷ്ണുവിൻ്റെ തോളിൽ തട്ടി. ലക്ഷ്മി, ഇങ്ങനെ നിന്നാലോ? വിഷ്ണുവിന് കാപ്പിയെടുക്ക്. ദാ ഇപ്പോൾ എടുക്കാം. അകത്തേക്ക് നടന്നു കഴിഞ്ഞപ്പോൾ സ്വാമി പറഞ്ഞു, മോളെ കൂടി വിളിച്ചോളൂ. സ്വാമിയുടെ മോളെപ്പറ്റി കേട്ടിട്ടേയുള്ളൂ, ഇതുവരെ കണ്ടിട്ടില്ല. വന്നപ്പോഴെല്ലാം മകൾ കോളേജിലോ ഡാൻസ് ക്ലാസ്സിലോ ആയിരുന്നു. കാർത്തിക എന്നാണ് പേരെന്ന് അറിയാം, മറ്റൊന്നും അറിയില്ല. വിഷ്ണുവിൻ്റെ ഇപ്പോഴത്തെ ജോലി എന്നാണ് കഴിയുന്നത്? വീണ്ടും ആ ചോദ്യം സംശയത്തോടെയാണ് വിഷ്ണു കേട്ടത്. എന്തായിരിക്കും അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? ഇനി 1 മാസം കൂടിയേ ഉണ്ടാവൂ. അലക്ഷ്യമായിട്ടാണ് മറുപടി പറഞ്ഞത്. സ്വാമി എന്തോ ചോദിക്കാൻ തുടങ്ങിയത് ഭാര്യയുടെ വരവോടെ നിർത്തി. ലക്ഷ്മി ദേവി ചായയും പലഹാരങ്ങളും കൊണ്ടുവച്ചിട്ട് അടുത്തു തന്നെ ഒരു കസേരയിൽ അവർക്ക് അഭിമുഖമായിരുന്നു. മന്ദസ്മിതത്തോടെ അല്ലാതെ അവരെ ഇതുവരെയും കണ്ടിട്ടില്ലല്ലോ എന്ന് വിഷ്ണുവിന് തോന്നി. ഞാൻ ചോദിക്കാൻ കാരണം, സ്വാമി തുടർന്നു, എനിക്ക് വിഷ്ണുവിൻ്റെ ഒരു സഹായം ആവശ്യമുണ്ട്. എന്ത് സഹായമാണ് എനിക്ക് ചെയ്തു തരാൻ കഴിയുന്നത്? വിഷ്ണു തൊല്ല അതിശയത്തോടെയാണ് ചോദിച്ചത്. വിഷ്ണുവിനോട് ഞാൻ പറഞ്ഞിരുന്നില്ലേ എൻ്റെ ജോലിയുടെ കാര്യം. ഒരേ സമയം 4 സ്ഥലത്താണ് ജോലി നടക്കുന്നത്. എല്ലാ സ്ഥലത്തും സൈറ്റ് എഞ്ചിനീയർമാരുണ്ട്. എന്നാൽ ഒരു കോർഡിനേഷന് വേണ്ടി ആരും ഇല്ലാത്ത അവസ്ഥയാണ്. എനിക്കാണെങ്കിൽ ഓഫീസ് കാര്യങ്ങളും മീറ്റിങ്ങുകളും എല്ലാം കൂടി നോക്കാൻ കഴിയുന്നില്ല. സ്വാമി നാരായണൻ എന്തോ ചിന്തിച്ച് കുറച്ചു നേരം മൗനമായിരുന്നു. തൻ്റെ തൊഴിലുമായി ബന്ധപ്പെട്ട് തന്നെയാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നതെന്ന് മനസ്സിലായി. ഇതിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അക്കാര്യത്തിലേക്കാണ് ഞാൻ വരുന്നത്. എൻ്റെ ഓഫീസ് കാര്യങ്ങൾ നോക്കാൻ വിഷ്ണുവിനെ പോലെ ഒരാളുണ്ടായ
വലിയൊരു സഹായമായിരിക്കും. ഇപ്പോൾ പൂർണ്ണമായും തൻ്റെ ജോലിക്കാരൻ തന്നെയാണ് സൂചിപ്പിക്കുന്നതെന്ന് ഗ്രഹിക്കാൻ ബുദ്ധിമുട്ടായില്ല. പക്ഷേ അക്കാര്യം തന്നോട് നേരിട്ട് ആവശ്യപ്പെടുന്നുമില്ല. അതെന്താണെന്ന് മനസ്സിലായില്ല. നിമിഷങ്ങളോളം ആരുമൊന്നും സംസാരിച്ചില്ല. വിഷ്ണു തൻ്റെ വലതു കൈവിരലിലെ രക്തമോതിരത്തിലേക്ക് നോക്കി. അതിൽ രുദ്രയുടെ കണ്ണുകൾ തന്നോട് ഇത് സ്വീകരിക്കാൻ നിർദ്ദേശിക്കുന്നതായി കണ്ടു. സ്വാമി സാർ, പറഞ്ഞോളൂ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? വിഷ്ണുവിനെ പരിചയപ്പെടുത്തിയ കൃഷ്ണനന്ദൻ നമ്പൂരി തന്നെയാണ് കഴിഞ്ഞ ദിവസം ഈ നിർദ്ദേശം വെച്ചത്. അദ്ദേഹം എനിക്കൊരു മാർഗദർശി കൂടിയാണ്. ആയതിനാൽ ഈ നിർദ്ദേശം തെറ്റാവില്ലെന്ന് എനിക്കറിയാം. സാറിപ്പോഴും കാര്യം എന്താണെന്ന് പറഞ്ഞില്ല. പറയാം. സ്വാമി നാരായണൻ വാമഭാഗത്തിൻ്റെ മുഖത്തു നിന്നും തുടർന്നോളൂ എന്ന മൗനാനുഭവം കിട്ടിയതോടെ വിഷ്ണുവിൻ്റെ മുഖത്തേക്ക് നോക്കി. വിഷ്ണുവിന് ആകാംക്ഷ വർദ്ധിക്കുകയായിരുന്നു. എൻ്റെ സ്ഥാപനങ്ങളെല്ലാം നോക്കി നിർത്താൻ, അതായത് സ്വന്തം പോലെ കാണാൻ ഒരു മാനേജർ വേണം. ആ സ്ഥാനത്തേക്ക് ഞാൻ വിഷ്ണുവിനെയാണ് കാണുന്നത്. ഒറ്റ ശ്വാസത്തിൽ എന്ന പോലെയാണ് സ്വാമി നാരായണൻ അത്രയും പറഞ്ഞത്. എന്തോ ചിന്തയിൽ എന്ന പോലെ മൗനമായിരുന്ന വിഷ്ണുവിൻ്റെ മുഖത്തേക്ക് ഇരുവരും ശ്രദ്ധയോടെ വീക്ഷിച്ചു. സ്വാമി സാർ, ഇത് പറയാനാണോ ഇത്രയും വിശദീകരണമൊക്കെ നടത്തിയത്? നേരെ ചോദിച്ചാൽ മതിയായിരുന്നല്ലോ. വിഷ്ണുവിൽ നിന്നും വ്യക്തമായ ഉത്തരം ലഭിക്കാതിരുന്നതിനാൽ സ്വാമി ചോദിച്ചു. വിഷ്ണു ഒന്നും പറഞ്ഞില്ല. സ്വീകാര്യമാണോ അല്ലയോ എന്ന് സ്വാമി മുഴമിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ വിഷ്ണു പറഞ്ഞു, എനിക്ക് സമ്മതമാണ്. എന്ന് ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ മതി. സ്വാമിയുടെയും പ്രിയതമയുടെയും മുഖത്ത് ഒരു സാമ്രാജ്യം പിടിച്ചെടുക്കിയ ഭാവമായിരുന്നു ആ സമയത്ത്. ഒരു ദീർഘശ്വാസം മുതിർത്ത് സ്വാമി പറഞ്ഞു, ആവൂ, സന്തോഷായി. ശ്രീ പരമേശ്വരൻ കനിഞ്ഞനുഗ്രഹിച്ചു. ഞാൻ പറഞ്ഞില്ലേ വിഷ്ണു സമ്മതിക്കുമെന്ന് എന്ന ഭാവത്തോടെ ഭർത്താവിനെ ഒന്ന് നോക്കിയിട്ട് അവർ അകത്തേക്ക് പോയി. ശുഭസ്യാം ശീഘ്രം എന്നാണല്ലോ പറയുക. ഒരു കാര്യം ചെയ്യാം, ഊണിന് മുമ്പ് നമുക്ക് ഓഫീസ് വരെ ഒന്ന് പോകാം. വിഷ്ണുവിന് നാളെ കിട്ടില്ലല്ലോ. വിഷ്ണുവിന് സമ്മതമായിരുന്നു. സ്വാമി അകത്തേക്ക് പോയി പത്നിയോട് വിവരം പറഞ്ഞിട്ട് തിരിച്ചു വന്നു. കൂടെ ഒരു പെൺകുട്ടിയും ഉണ്ടായിരുന്നു. വിഷ്ണുവിൻ്റെ മുഖത്തെ സംശയം നീക്കിക്കൊണ്ട് സ്വാമി പറഞ്ഞു, ഇയാളെ വിഷ്ണു ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. എൻ്റെ മകൾ കാർത്തിക, എൻ്റെ സെക്രട്ടറി കൂടിയാണ്. വിഷ്ണു ആ കുട്ടിയുടെ മുഖത്തേക്ക് നോക്കിയ നിമിഷം മിന്നൽ പോലെ മനസ്സിലൂടെ ഒരു തരംഗം പാഞ്ഞുപോയി. കണ്ണുവയ്ക്കാതെ അവളെ തന്നെ ശ്രദ്ധിച്ചു. പുഞ്ചിരിച്ച് തൻ്റെ അടുത്തേക്ക് വന്ന ആ ദൃശ്യം ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയൊക്കെയോ വിഭിന്ന അനുഭൂതികൾ ഉളവാക്കി. ഈ രൂപം, സൗന്ദര്യം എന്തൊക്കെയോ ഓർമ്മകളിലേക്ക് വലിച്ചിഴക്കുന്നു. ലാവണ്യം വഴിഞ്ഞൊഴുകുന്ന ഈ സ്ത്രീരൂപം ചിത്തത്തിൻ്റെ അഭ്രപാളികളിൽ എന്നോ കൊത്തിവെച്ചിട്ടുള്ളതായിരുന്നു എന്ന് വിഷ്ണുവിന് തോന്നി. എവിടെയാണ് ഈ വശ്യത താൻ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളത്? ഹലോ വിഷ്ണു സാറേ, അടുത്തു വന്ന് കാർത്തിക ചോദിച്ചത് അശരീരി പോലെയാണ് വിഷ്ണു കേട്ടത്. ഹലോ, വിഷ്ണു പെട്ടെന്ന് മറുപടി പറഞ്ഞു. വിഷ്ണുവിൻ്റെ മുഖത്തെ പരിഭ്രമം കണ്ട് സ്വാമി നാരായണൻ ചിരിച്ചു. പിന്നാലെ കടന്നു വന്ന ലക്ഷ്മി ദേവിക്കും ചിരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. വിഷ്ണുവിൻ്റെ അങ്കലാപ്പ് അപ്പോഴും വിട്ടുമാറിയിരുന്നില്ല. എങ്കിലും ഒരു ഇളിമ്പ്യ ചിരി പാസാക്കി കസേരയിലൊന്ന് അനങ്ങിയിരുന്നു. സോറി, പെട്ടെന്ന് കണ്ടപ്പോൾ എന്നോടൊപ്പം കോളേജിൽ പഠിച്ചിരുന്നൊരു കുട്ടിയെ ഓർമ്മ വന്നു. ഓഹോ, അത് ശരി, എന്നെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടല്ലേ? കാർത്തിക തമാശയോട് ചോദിച്ചു. എൻ്റെ നല്ലൊരു സുഹൃത്തായിരുന്നു ആ കുട്ടി, അത് ഓർമ്മിച്ചു. വിഷ്ണു സമനില വീണ്ടെടുത്ത് തുറന്നു. കാർത്തികയെ മുൻപ് കണ്ടിട്ടില്ലായിരുന്നു. പലപ്പോഴും ഇവിടെ വന്നിട്ടുണ്ട്. അച്ഛൻ പറഞ്ഞ അറിവ് വെച്ച് മനസ്സിലൊരു രൂപമുണ്ടായിരുന്നു. നേരിൽ കണ്ടപ്പോൾ ആ സങ്കല്പവുമായി യാതൊരു ബന്ധവും തോന്നിയില്ല. ഓഹോ, അത് ശരി. ഞാൻ അത്രയ്ക്ക് മോശമാണോ നേരിൽ കാണാൻ? അവളുടെ മനസ്സിൽ ഒരു കുസൃതി ഉണ്ടായിരുന്നു അത് ചോദിക്കുമ്പോൾ. ഒരിക്കലുമില്ല. ആ രൂപത്തേക്കാൾ 10 മടങ്ങ് സുന്ദരിയാണ് കാർത്തിക. അവളുടെ കൗതുകത്തിനേറ്റ മറുപടി നൽകിക്കൊണ്ട് വിഷ്ണു ചിരിച്ചു. ആ നിമിഷം കാർത്തികയുടെ കവിളിൽ തെളിഞ്ഞ നാണവും ഷോണിമ കലർന്ന കപോലങ്ങളിൽ വിരിഞ്ഞ നുണക്കുഴിയും ചെറുതായി തെളിഞ്ഞു കണ്ടു. ധവളദന്തനിരകളും കൂടുതൽ ആകർഷകമായിരുന്നു. ശരി, ഞാൻ മരവ് വച്ചിരിക്കുന്നു. ഉള്ളിൽ വരുന്ന സന്തോഷം പ്രകടമാക്കിയില്ലെങ്കിലും കണ്ണുകൾ അത് വിളിച്ചറിയിച്ചിരുന്നു. നിങ്ങൾ പരിചയപ്പെട്ട് കഴിഞ്ഞില്ലേ, ഇനി നമുക്കിറങ്ങാം. ഓഫീസിൻ്റെ പാർട്ട് ടൈം ചാർജ് മോൾക്കാണ്. അതുകൊണ്ട് ഈ വിസിറ്റ് ഒരു ഹാൻഡിങ് ഓവർ കൂടി ആകട്ടെ എന്ന് കരുതി സ്വാമി പറഞ്ഞു. കാർത്തികയും തങ്ങളോടൊപ്പം ഓഫീസിലേക്ക് വരുന്നു എന്നറിഞ്ഞത് വിഷ്ണുവിന് ആഹ്ലാദകരമായിരുന്നു. കൂടുതൽ അടുക്കാനും സംസാരിക്കാനും ഉള്ളിൽ ആരോ ആവശ്യപ്പെടുന്നത് പോലെ തോന്നി. കാറിൽ വിഷ്ണു മുൻസീറ്റിലും കാർത്തിക പിൻസീറ്റിലുമായിരുന്നു. ഇടയ്ക്കിടെ കാറിൻ്റെ ചലനമനുസരിച്ച് അവളുടെ കോമളാങ്കുലികളെല്ലാം ഭാഗികമായി അളകങ്ങൾ വീണുകിടക്കുന്ന നെറ്റിയും ചിലപ്പോഴൊക്കെ കരിമിഴികളും കണ്ണാടിയിലൂടെ കാണുന്നുണ്ടായിരുന്നു. താൻ അത് ശ്രദ്ധിക്കുന്നു എന്നത് അറിയാതിരിക്കാൻ വിഷ്ണു ഏറെ ശ്രമിച്ചെങ്കിലും കാർത്തിക അതറിഞ്ഞിരുന്നു. വിഷ്ണുവിൻ്റെ ഉള്ളിൽ അപ്പോഴും
ആ രൂപം തിരയുകയായിരുന്നു. എവിടെയാണ് താൻ ഈ സൗന്ദര്യം ദർശിച്ചത്? പെട്ടെന്നെന്തോ ഓർമ്മിച്ചെന്ന പോലെ വിഷ്ണു വലതു കൈവിരലിലെ രത്നമോതിരത്തിലേക്ക് ദൃഷ്ടിയച്ചു. ആ നിമിഷം അതിൽ തെളിഞ്ഞ രുദ്രയുടെ രൂപം മനസ്സിലുടക്കി. അതെ, രുദ്രയുടെ മുഖമാണ് താൻ കാർത്തികയിൽ കണ്ടത്. അവളുടെ വാക്കുകൾ ഓർമ്മിച്ചു. എന്നെപ്പോലെ തന്നെ ഒരു കുട്ടിയെ വിഷ്ണുവിന് ലഭിക്കും. സ്വതസിദ്ധമായ ആ പുഞ്ചിരി അപ്പോഴും രുദ്രയുടെ ചുണ്ടിൽ കണ്ടു. ആ കണ്ണുകൾ തന്നോട് പറയുന്നുണ്ടായിരുന്നു, എല്ലാം അവളുടെ അനുവാദത്തോടെയും നിശ്ചയപ്രകാരവുമാണെന്ന്. അതോടെ വിഷ്ണുവിൻ്റെ മനസ്സ് ശാന്തമായി കഴിഞ്ഞിരുന്നു. ഇതായിരിക്കും ഇന്നലെ രാത്രിയിൽ രുദ്ര പറഞ്ഞതും അത്ഭുതപ്പെടുത്തുന്ന വാർത്തയുണ്ടെന്ന് സ്വാമി സാർ ഫോണിലൂടെ അറിയിച്ചതും. അവരെയും വഹിച്ച് വാഹനം വലിയൊരു ഇരുനില കെട്ടിടത്തിൻ്റെ മുന്നിൽ വന്നു നിന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ സ്റ്റോറി ഇവിടെ തുടരുകയാണ് കേട്ടോ. നാളെ ഇതിൻ്റെ അടുത്ത ഭാഗമായിട്ട് നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നതായിരിക്കും. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇതിൻ്റെ തുടർച്ച നിങ്ങൾക്ക് കിട്ടണ്ടേ. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും കമൻറ്റായി രേഖപ്പെടുത്താനും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും ഇതിൻ്റെ അടുത്ത ഭാഗമായിട്ട് നാളെ രാത്രി നമ്മൾ കണ്ടുമുട്ടും. എല്ലാവർക്കും ശുഭദിനം.